അങ്ങ് ഒരു സാമ്പത്തിക വിദഗ്ധനാണല്ലോ മിസ്റ്റർ അജിത് കുമാർ. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചിലപ്പോൾ ഒരു പാചകവാതകത്തിന്റെ വില 1000-ലേക്ക് അടുത്താലും അത്ഭുതമില്ല. അപ്പം കാര്യം മുട്ടി നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് മേഖലയിലേക്കും ഇത് ബാധിച്ചു കഴിഞ്ഞു. ഇതിന്റെ സ്വാധീനം ഒരു മേഖലയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. വണ്ടി കയറിയാൽ പ്രശ്നം, കടയിൽ കയറിയ പ്രശ്നം, മീൻ പിടിക്കാൻ പോയ പ്രശ്നം, എല്ലായിടും. പിന്നെ സാധനങ്ങൾ മറ്റു നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഗതാഗതത്തിനുണ്ടാകുന്ന ചിലവ് എല്ലാം കൊണ്ടും അതെനിക്കൊന്ന് ഇത് എങ്ങനെയാണ് നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മുടെ ഈ കൺസ്യൂമറിസം കൊണ്ടായിരിക്കാം. അങ്ങയുടെ ഒരു സാമ്പത്തിക നിരീക്ഷകൻ എന്നുള്ളതിൽ അങ്ങ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ അടുത്തിടെ എങ്ങാണ് ഒരു ഇമ്പ്രൂവ്മെന്റ് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നമ്മൾ ശരിക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയോടെ നമ്മളൊരു ഭയങ്കര റെക്കോർഡ് എത്തി. ധനകാര്യമന്ത്രി പറയുകയും ചെയ്തു. ഏകദേശം 37 കോടി ജനങ്ങൾക്ക് ഇപ്പൊ ഗ്യാസ് എത്തിയിട്ടുണ്ട്. അതോടെ നമ്മളിപ്പോൾ ഗ്യാസ് കൺസംഷൻ കൂടിയിട്ടുണ്ട്. ഒന്ന്, അതിൽ അങ്ങനെ കൂടുന്ന സമയത്ത് പ്രാദേശികമായി അല്ലെങ്കിൽ അന്തർദേശീയമായി രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായി കൂടുതൽ ഉൽപ്പാദനത്തിനുള്ള ശ്രമം നമ്മൾ നടത്തിയില്ല. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ LPGയുടെ 60% മീറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ്. പക്ഷെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇറക്കുമതി തുടങ്ങി. ഒരു കാലത്ത് നമ്മൾ LPG ഇറക്കുമതി ചെയ്യാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ LPG ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇറക്കുമതി ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്ത് പറ്റി? നമ്മുടെ ഹോർമോസ് പ്രശ്നം വന്നപ്പം നമ്മുടെ ഇറക്കുമതി ശരിക്കും പകുതിയായിട്ട് കുറഞ്ഞു. അതാണ് ഗ്യാസ് ഷോർട്ടേജിന് പ്രധാനപ്പെട്ട കാരണം. ഫെബ്രുവരിയിൽ നമുക്ക് ഈ ഹോർമോസ് ഇഷ്യൂ തുടങ്ങിയപ്പം നമ്മുടെ ഗ്യാസ് LPG സിലിണ്ടർ, LPGയുടെ കപ്പലുകളാണ് ഏറ്റവും കൂടുതൽ കുടുങ്ങി കിടക്കുന്നത് അവിടെ. അതാണ് പിന്നെ നമ്മുടെ ഗ്യാസ് പോയി. ശരിക്കും 50% കുറഞ്ഞു. അതിനനുസരിച്ചിട്ട് നമ്മൾ ഉൽപ്പാദനം ഇവിടെ കൂട്ടിയിട്ടില്ല. കാരണം ഈ ഒരു സാഹചര്യം നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. അതാണ് ആദ്യത്തത്. രണ്ടാമത്തെ കാര്യം ശ്രീ SKN, നമ്മുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ആണ്. 88% നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ശരിയാണ്. ഒരു ഭാഗത്ത് ഈ നാം ഇറക്കുമതി ചെയ്യുന്നത് ആരിൽ നിന്ന്? നമ്മൾ ഏറ്റവും കൂടുതൽ ശരിക്കും ഉക്രൈൻ റഷ്യൻ വാർ ഏറ്റവും ബെനിഫിറ്റ് ചെയ്തൊരു രാജ്യം ഇന്ത്യയായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരായിട്ട് നല്ല അടുപ്പത്തിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തത് റഷ്യൻ ഓയിലാണ്. അവിടെയാണ് നമ്മുടെ ട്രംപ് വന്നിട്ട് ഒരു ഇടഞ്ഞിട്ടത്. അത് ശ്രീ അനിൽ സാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഐ ഗിവ് ഇന്ത്യ പെർമിഷൻ ടു ഇമ്പോർട്ട് റഷ്യൻ ഓയിൽ ഫോർ 1 month എന്നാണ് ആദ്യം പറഞ്ഞു. പിന്നെ ഈയിടെട്ടോ ഞാൻ ഇന്ത്യക്ക് 3 മാസത്തെ പെർമിഷൻ തന്നിരിക്കുന്നു. ഇതിന് ഒരു റിയാക്ഷൻ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായില്ല. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു, എന്തെങ്കിലും റിയാക്ഷൻ വേണ്ടേ? ഒരു റിയാക്ഷനും ഇല്ല. തീർച്ചയായിട്ടും 30% നമ്മുടെ ട്രേഡ് US ആയിട്ടാണ്. അല്ല, ചൊറിയുന്നില്ല. അയക്കാൻ അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ട്. അതാണ്, അവിടേക്കാണ് നമ്മുടെ പോളിസിയിൽ ഒരു മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. 156 രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കാലത്ത് രാജ്യങ്ങൾ കൂടിയല്ലോ. 40 രാജ്യങ്ങളോട് ഇന്ധനം ഇറക്കുമതി ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ നിന്നുള്ള കിട്ടുന്ന ഓയിലിന്റെ ക്വാണ്ടിറ്റി അത് നമ്മൾ 40 രാജ്യങ്ങളായിട്ട് കേട്ടു. അവിടുന്ന് എത്ര ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ക്വാണ്ടിറ്റി ഇതുവരെ ആരെങ്കിലും റിവീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തത് ഈ ബ്രണ്ടൻ ഓയിലൊക്കെയാണ്. ഇത് വേറൊരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ, ബജറ്റിന്റെ സമയത്ത് നമ്മുടെ അതിന് ധനകാര്യമന്ത്രി പറഞ്ഞു നമ്മുടെ റവന്യൂ കമ്മി, അതായത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽസ്, അതായത് ഞാൻ ധനക്കമ്മിയല്ല പറഞ്ഞത്, അത് 1.5% കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഈ 1.5% കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നികുതിയും അതുപോലെയുള്ളതാണ്. പക്ഷെ നികുതിയിൽ നിന്ന് നമ്മൾ മാറി ഇനി നമ്മൾ നികുതിയേതര വരുമാനത്തിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് കിട്ടുന്ന ഡിവിഡൻഡാണ്. ഇന്ത്യക്ക് കഴിഞ്ഞ വർഷം 25-26 1.27 ലക്ഷം കോടിയാണ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്ന് ഏറ്റവും വലിയൊരു പെർസെൻറ്റേജ്, നേരി 40% ഈ ഓയിൽ കമ്പനികളിൽ നിന്നാണ്. സാർ പറഞ്ഞല്ലോ 36,000 കോടി എന്നുള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിലെ ഏറ്റവും വലിയൊരു ശതമാനം പോകുന്ന എല്ലാ ഓയിൽ കമ്പനികളും ഏകദേശം 90% ഷെയറും ഹോൾഡ് ചെയ്യുന്ന ആരാ? സർക്കാരാണ്. അപ്പം ഈ 36,000 കോടിയിൽ 90% പോകുന്നത് സർക്കാരിലേക്കാണ്. അപ്പം സർക്കാരിനും ഇവർ നഷ്ടം.
താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ എന്തൊരു വിഷമായിരുന്നു. ഓയിൽ കമ്പനികൾ നഷ്ടത്തിൽ പോകുന്നു. എന്താ ഈ നഷ്ടം സാർ? അത് ആലോചിച്ചിട്ടുണ്ടോ അസ്കൻ സാർ? നഷ്ടം എന്താണെന്നറിയോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസിനോട് എനിക്ക് കൃത്യമായിട്ട് പറയുന്നത്, നാം പ്രതീക്ഷിക്കുന്ന ലാഭവും കിട്ടുന്ന ലാഭവും തമ്മിൽ വ്യത്യാസം. അതാണ് നഷ്ടം. അതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.